ഈ പോട്ട ആശ്രമത്തിലേക്ക് ദിവസവും ഒത്തിരി ജനം വരുന്ന സ്ഥലമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആദ്യമായിട്ട് വരുന്നവരൊന്നുമല്ല. ദൈവജനം മുഴുവൻ ഈ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. വരുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള പ്രാർത്ഥനാ നിയോഗം എന്ന് പറയുന്നത് മിക്കവാറും, ദൈവമേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സഹനം, ഈ ഭാരം, ഈ കുരിശ് മാറ്റിത്തരണമേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മിക്കവാറും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന, കൗൺസിലിങ്ങിനും ധ്യാനത്തിനൊക്കെ വരുന്ന മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? ദൈവമേ, ഞാനിന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നം ഒന്ന് മാറ്റിക്കിട്ടണം, ഞാനിന്ന് അനുഭവിക്കുന്ന ഈ കുരിശ് എനിക്കൊന്ന് മാറ്റിക്കിട്ടണം. എന്നാൽ ഇന്ന് ദിവസം ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് ഈ ദുഃഖവെള്ളി, ദൈവത്തിൻ്റെ വെള്ളി, ഈ അനുഗ്രഹ ദിനത്തിൽ ഈ ആലയത്തിൽ വരുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പാഠം, കുരിശ് മാറ്റാനല്ല, മറിച്ച് കുരിശ് എങ്ങനെ ചുമക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. കുരിശ് മാറ്റാനല്ല, കുരിശ് എങ്ങനെ ചുമക്കാം. പറഞ്ഞേ, കുരിശ് എങ്ങനെ ചുമക്കാം. ഈ ദിനം ഇതൊരു ട്രെയിനിങ് ഡേ ആണ്. പ്രായോഗികമായി ചില കാര്യങ്ങൾ പഠിക്കേണ്ട ദിനമാണ്. കുരിശ് മാറ്റാനല്ല, കുരിശ് എങ്ങനെ ചുമക്കാം, അതിനുള്ള പ്രായോഗികത പഠിപ്പിക്കുന്ന ദിനമാണ് ഈ ദിനം. ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. ഒരിക്കലും പള്ളിയിൽ പോകാത്തവനും പള്ളിയിൽ പോകും. കാരണം കുരിശിനോട് നമുക്കൊക്കെ അങ്ങേയറ്റം സ്നേഹമുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസത്തിൽ കുരിശിൽ കിടക്കുന്ന ഈശോ നമ്മളോട് പറയുന്നു, എൻ്റെ മുമ്പിൽ വന്ന് നീ വണങ്ങിയിട്ട് പോയാ പോരാ, മറിച്ച് നിന്റെ ജീവിതത്തിലെ കുരിശുകളെ, സഹനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, പ്രായോഗികമായി ചില ട്രെയിനിങ് നമ്മൾ നേടുന്ന ദിനമാണ് ഈ ദുഃഖവെള്ളി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ സഹിക്കുന്ന സഹനങ്ങളെ വേറിട്ട രീതിയിൽ മനസ്സിലാക്കാൻ, മറ്റൊരു രീതിയിലൂടെ ഉൾക്കൊള്ളാൻ നമ്മളെ പഠിപ്പിക്കുന്ന ദിനം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടം പോലെ കുരിശുകൾ ഉണ്ട്. ഉണ്ടോ? കുരിശുണ്ടോ? ഉണ്ടോ? കുരിശുകളുണ്ടോ? ചേട്ടാ, കുരിശുകളുണ്ടോ? അതേ ഉള്ളൂ അല്ലേ? പല പല രീതിയിൽ, പല പല രൂപത്തിൽ, പല പല ഭാരങ്ങളിൽ നമുക്കെല്ലാവർക്കും കുരിശുകളുണ്ട്. അപ്പൊ ഈശോ നമുക്ക് നൽകുന്ന ട്രെയിനിങ് എന്തിനാ? നിന്റെ കുരിശ് മാറ്റാനല്ല, മറിച്ച് കുരിശ് എങ്ങനെ ചുമക്കണമെന്ന് ഈശോ ഇന്നത്തെ ദിവസം പഠിപ്പിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ഞാനൊരു കുടുംബത്തെ കണ്ടു. ഭാര്യ വീൽ ചെയറിലിരിക്കുന്നു, ഭർത്താവ് വീൽ ചെയറിലിരിക്കുന്ന ഈ ഭാര്യയെ ഉന്തിക്കൊണ്ട് ദേവാലയത്തിൽ വരുന്നു. പ്രത്യേകിച്ച് ആ വാർഡിലെ അവരുടെ കുടുംബ കൂട്ടായ്മയുടെ കാഴ്ചവെപ്പ് ദിനമായിരുന്നു അന്ന്. കാഴ്ചവെപ്പിന്റെ സമയത്ത് ഇതാ ഈ ഭർത്താവ് ഭാര്യയെ വീൽ ചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടുവരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അനേക ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഈ ഭർത്താവ് ഈ ഭാര്യയെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ കുർബാനയ്ക്ക് ശേഷം ഇവരെ കണ്ട് അല്പം കൊച്ചു വർത്തമാനം പറയാൻ ആഗ്രഹിച്ചു. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, അച്ഛാ, വിവാഹം കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം നീണ്ട നാളുകൾ എൻ്റെ ഭാര്യ ആശുപത്രിയിലായിരുന്നു.
ശാരീരികമായി ഒരു തളർച്ച വന്നു എന്നതിനേക്കാൾ ഉപരിയായി മാനസിക നിലവാരം എൻ്റെ ഭാര്യയുടേത് നഷ്ടപ്പെട്ടു. ശാരീരികമായി ആ സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ല. അതോടൊപ്പം തന്നെ മാനസികമായും ആ സ്ത്രീ തളർന്നു. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കുഞ്ഞുങ്ങളെ മുതിർന്നവർ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ന പോലെ ഈ മനുഷ്യൻ ഈ ഭാര്യയെ ഒരു വീൽ ചെയറിൽ കൊണ്ടു നടക്കുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ പള്ളിയിൽ കൊണ്ടുവരും, ബന്ധുജനങ്ങളുടെ ഇടയിലൊക്കെ പോകും. അങ്ങനെ ഈ ഭാര്യയെ അഭിമാനത്തോടുകൂടെ ഈ ഭർത്താവ് കൊണ്ടു നടക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അല്പസമയം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, പലർക്കും ഇത് കാണുമ്പോൾ ഇതൊരു ഭാരമാണ്, ഇതൊരു കുരിശാണ് എന്നാണ് ചിന്ത. എന്നാൽ എനിക്കങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഭാര്യ ഒരിക്കലും ഒരു ഭാരമല്ല, ഒരു കുരിശല്ല. പലരും, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ കുറേ നാളായി വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇവളുടെ പുറകെ നടന്ന് നിന്റെ ജീവിതം നീ കളയരുത്, നിന്റെ പ്രായം, നിന്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്, നീ ഇവളെയും കൊണ്ട് ഈ വീൽ ചെയറിൽ എത്ര നാൾ ഉന്തിത്തള്ളി നടക്കും, നിനക്കൊരു ജീവിതം വേണ്ടേ, അതുകൊണ്ട് നീ അവളെ ഉപേക്ഷിക്ക്, എന്നിട്ട് നീ മറ്റൊരു കല്യാണം കഴിക്ക്. അച്ഛാ, എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അൾത്താരുടെ മുമ്പിൽ കർത്താവ് എൻ്റെ കയ്യിൽ തന്ന ജീവിതമല്ലേ? അൾത്താരുടെ മുമ്പിൽ ദൈവം എൻ്റെ കൈ ചേർത്ത് പിടിച്ചതല്ലേ? ഇവക്കൊരു അപകടമുണ്ടായി, ഇവളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ ഇങ്ങനെയായി എന്നോർത്ത് ഞാൻ ഇട്ടിട്ട് പോയാൽ അതെങ്ങനെ ശരിയാവും അച്ഛാ? ഞാൻ അതിന് സമ്മതിക്കില്ല, ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കും. ആ മനുഷ്യൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നത് എന്തിനെന്നറിയോ? കുരിശു മാറ്റാനല്ല, മറിച്ച് ഈ കുരിശ്, ഈ ഭാരം, ഈ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയെ എങ്ങനെ ചുമക്കണമെന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് പ്രാർത്ഥിച്ച് നേടുന്നത്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോ? ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നിങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കണം. ഈ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുരിശിലെ ഈശോയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഈ ഈശോ പഠിപ്പിക്കുന്ന ചില പ്രായോഗിക വശങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ സ്വഭാവത്തിൽ നീ നേടിയെടുക്കേണ്ട പ്രായോഗിക വശങ്ങൾ. നമ്മുടെ ജീവിതത്തിലും അനേക കുരിശുകളുണ്ട്, ഭാരങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. ഇവയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുരിശ് ചുമക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ ദൈവം നൽകുന്ന 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു ട്രെയിനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ട് പഠിച്ചുകൊള്ളുക. അതായത് കുരിശ് ചുമക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ. കുരിശ് ഒഴിവാക്കുന്നവരല്ല, മറിച്ച് കുരിശ് ചുമക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് സമ്മാനിക്കുന്ന, ഈ ദുഃഖവെള്ളി ദിനം സമ്മാനിക്കുന്ന 3 അടിസ്ഥാനപരമായിട്ടുള്ള കൃപകൾ. അതിലൊന്നാമത്തെ കൃപ ഇങ്ങനെയാണ്: ദൈവം നിനക്കൊരു ഭാരം തരുമ്പോൾ നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ. കേട്ടോ? ദൈവം നിനക്കൊരു ഭാരം, പ്രശ്നം, കുരിശ് തന്നാൽ നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ. എന്ന് പറഞ്ഞേ, എന്താ പറയണ്ട അല്ലേ? എനിക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ. പറഞ്ഞേ, എനിക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ. പറ, എനിക്ക് താങ്ങാവുന്ന കുരിശേ ദൈവം തരികയുള്ളൂ. വലതുകരം എടുത്ത് നെഞ്ചത്ത് വെച്ചോണ്ട് പറ, എനിക്ക് താങ്ങാവുന്ന ഭാരമേ, കുരിശേ ദൈവം തരികയുള്ളൂ. വായിച്ചു പഠിക്കാൻ പറ്റിയൊരു വചനം പറയാം. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. വളരെ സുന്ദരമായിട്ടുള്ളൊരു വചനമാണ്.
വളരെ പരിചിതമായ വചനമാണ് പലർക്കും. ഈ വചനം പരിചയമില്ലെങ്കിൽ പഠിച്ചുകൊള്ളുക. പ്രായോഗികമായി കുരിശ് എങ്ങനെ ചുമക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈശോ നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഒരു വാഗ്ദാനം, കൃപ, അതിങ്ങനെയാണ്: നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം നിനക്ക് തരികയുള്ളൂ. വചനം പറയട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വചനം: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ശ്രദ്ധിച്ചു കേട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വലതുകരം ഉയർത്തിപ്പിടിച്ച് വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. അതായത് ശ്രദ്ധിക്കണം, പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ടെംപ്റ്റേഷൻസ് എന്ന് മാത്രമല്ല, മറിച്ച് നിന്റെ പ്രശ്നങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചോ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി നിങ്ങൾക്ക് നൽകും. വചനം അങ്ങ് പഠിച്ചോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ദൂരങ്ങളിലൊക്കെ ഇരുന്ന് പങ്കെടുക്കുന്നവരെ ശ്രദ്ധിച്ചത് പഠിച്ചോ. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഭാരം, പ്രശ്നം, കുരിശ്, നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ. പലപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു കുരിശായി കണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരൊരു കുരിശായി കണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: ദൈവമേ, ഇതെന്നാ ഭാരാണ്, ഓ ഇതെന്നാ കുരിശാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, വചനം പഠിപ്പിക്കുന്ന പാഠം: ദൈവം വിശ്വസ്തനാണ്. ആര് വിശ്വസ്തനാണ്? പറ. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരല്ല, പക്ഷെ ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. നിനക്ക് താങ്ങാവുന്ന കുരിശേ ദൈവം നിനക്ക് തരികയുള്ളൂ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ശ്രദ്ധിച്ചോ. നിന്റെ മക്കളെ ഓർത്ത് നീ വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ടല്ലോ. നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, നിനക്ക് താങ്ങാൻ പറ്റും. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ദൈവം നിനക്ക് നൽകുന്നൊരു വാഗ്ദാനമാണ്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. അത് സെമിനാരി കാലത്ത് എൻ്റെ കൂടെ സെമിനാരിയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ. കുറച്ച് വർഷങ്ങളോളം അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില ശാരീരിക രോഗങ്ങളുടെ പേരിൽ അദ്ദേഹം സെമിനാരി ജീവിതം ഉപേക്ഷിച്ചു പോയി. വിവാഹം കഴിച്ച് ഇന്ന് സന്തോഷത്തോടെ കഴിയുന്നു. സെമിനാരിയിൽ വെച്ച് ഈ ബ്രദർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. ഇവര് 4 ആൺമക്കളാണ്. 4 ആൺമക്കൾ. ഇദ്ദേഹം പറയുന്ന ജീവിതത്തിലെ കണ്ണുനീരെന്ന് പറഞ്ഞ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. ഇവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കും. അപ്പം അങ്ങനെ പങ്കുവച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്കൊരുപക്ഷെ ജീവിതത്തിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുദിന ജീവിതത്തിലെ ഒരു കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവർക്ക് വാഴത്തോട്ടമുണ്ട്. വാഴ. ഈ 4 ആൺമക്കളെയും അതിരാവിലെ എഴുന്നേൽപ്പിച്ച് വാഴത്തോട്ടത്തിൽ കൊണ്ടുപോയി കൃഷി ചെയ്തതിന് ശേഷമാണ് വാഴക്കൊലയൊക്കെ വെട്ടി മാർക്കറ്റിൽ കൊടുക്കേണ്ടതാണെങ്കിൽ മാർക്കറ്റിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ 4 ആൺമക്കളെയും സ്കൂളിൽ പോകാനായിട്ട് അപ്പനും അമ്മയും ഒരുക്കുന്നത്. അപ്പൊ അതിരാവിലെ എഴുന്നേറ്റ് ഇവർ വാഴത്തോട്ടത്തിൽ പോയി വാഴക്കൃഷിയാണ്. അതിനുശേഷമാണ് ഇവർ കുളിച്ച് കാപ്പിയെ കുടിച്ച് സ്കൂളിൽ പോകുന്നത്. ഈ ബ്രദർ പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്: വാഴക്കൊലയാകുമ്പോൾ വാഴക്കൊലകൾ വെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല. മാർക്കറ്റിൽ പോണം, ചന്തയിൽ പോണം.
അപ്പൻ ഈ വാഴക്കൊലകൾ വെട്ടിയിട്ട് ഞങ്ങളുടെ തലയിൽ വെച്ചു തരും. എന്നിട്ട് ഈ വാഴക്കൊല ഞങ്ങൾ ചുമന്നുകൊണ്ട് പോകണം, ആ കടയെ കൊണ്ട് കൊടുക്കണം. അല്പം നടക്കാനുണ്ട്, കഷ്ടപ്പാടാണ്, പക്ഷെ എല്ലാ ദിവസവും ഈ ഒരു പണിയുണ്ട്. എന്നിട്ട് ഈ ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പൻ വാഴക്കൊല വെട്ടിയിട്ട് ആ വാഴക്കൊല എൻ്റെ തലയിലേക്ക് വെക്കുന്നതിന് മുമ്പ് അപ്പൻ ആ വാഴക്കൊലയൊന്ന് പിടിച്ചു നോക്കും. എന്തിനാ പറ? എന്തിനാ? അപ്പൻ വാഴക്കൊല വെട്ടി മകന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ വാഴക്കൊല ഒന്ന് പിടിച്ചു നോക്കൂ. എന്തിനാ? ഈ മകന്റെ തലയിൽ ഇവനിത് ചുമക്കാൻ പറ്റുമോ എന്ന് അപ്പനൊന്ന് പരിശോധിച്ചിട്ട് മാത്രമേ മകന്റെ തലയിൽ അപ്പൻ വെച്ചു കൊടുക്കുകയുള്ളൂ. ഈ ബ്രദർ പറഞ്ഞത്, ഞങ്ങൾ 4 ആൺമക്കളുണ്ട്. ഈ 4 ആൺമക്കളുടെയും തലയിൽ ഓരോ ഭാരത്തിനും വ്യത്യാസമുണ്ട്, ഓരോ വാഴക്കുലയ്ക്കും വ്യത്യാസമുണ്ട്. കനം കൂടിയത് മൂത്ത ചേട്ടന്റെ തലയിൽ, അതിൻ്റെ കനം കുറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 4 പേരുടെയും തലയിൽ ഈ വാഴക്കൊല വെക്കുന്നതിന് മുമ്പ് അപ്പനൊന്ന് പിടിച്ചു നോക്കുമെന്ന്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ഈ പോട്ടാശ്രമത്തിൽ ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഓർക്കണം, നിന്റെ തലയിലും ഇതുപോലെ ചില ഭാരം, ചില കുരിശ്, ചില പ്രശ്നങ്ങളുണ്ട്. സത്യമല്ലേ? ഉണ്ട്. പക്ഷെ ഓർത്തോ, ഇത് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് പിടിച്ചു നോക്കിയിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. ഇത് നിന്നെ കൊണ്ട് പറ്റുമെന്ന് നിന്റെ തലയിൽ തന്നിരിക്കുന്ന ദൈവത്തിനറിയാം. ദൈവം അറിയാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രൈസിസ് പ്രശ്നം, ചിലർ ചിന്തിക്കും, അയ്യോ ഈ പ്രശ്നം എന്നെ ഇട്ട് വട്ടം കറക്കുകയാണ്, ഇനി എന്തു ചെയ്യും? ആത്മഹത്യ ചെയ്തേക്കാം, ഇട്ടിട്ടോടിപ്പോയേക്കാം. അതല്ല ഉത്തരം. വചനം പഠിപ്പിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം നിനക്ക് തരികയുള്ളൂ. നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം നിനക്ക് തരികയുള്ളൂ. നിന്നെ കൊണ്ട് ഈ ഭാരം ചുമക്കാൻ പറ്റും. നിനക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ. പലതരം നെഞ്ചത്തോട്ട് വെച്ചോണ്ട് ഒരിക്കൽ കൂടെ പറ, എനിക്ക് താങ്ങാവുന്ന ഭാരമേ, ഒച്ചത്തിൽ പറഞ്ഞ്, എനിക്ക് താങ്ങാവുന്ന ഭാരമേ ദൈവം എനിക്ക് നൽകുകയുള്ളൂ. എനിക്ക് താങ്ങാവുന്ന ഭാരം മാത്രമേ ദൈവം എനിക്ക് നൽകുകയുള്ളൂ. കുരിശിന്റെ വഴിയിൽ ജീവിതത്തിന്റെ ഭാരത്തെ എങ്ങനെ പ്രായോഗികമായി ചുമക്കാം എന്നുള്ളതിന്റെ ട്രെയിനിങ്ങിൽ ഒന്നാമത്തെ സന്ദേശം അതാണ്. നിനക്ക് താങ്ങാവുന്ന കുരിശേ ഭാരമേ ദൈവം നിനക്ക് നൽകുകയുള്ളൂ. രണ്ടാമത്തെ വചനത്തിന്റെ അഭിഷേകം ഇങ്ങനെയാണ്: നിന്റെ ഈ ഭാരം ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കില്ല. ദൈവം നിന്നെ ഇട്ടിട്ട് പോവില്ല. ദൈവം നിന്നെ ഒരിക്കലും അനാഥമാക്കുകയില്ല. ദുഃഖവെള്ളി ദിനങ്ങളിലൊക്കെ കാണാൻ പറ്റിയ ഒരു സുന്ദരമായ സിനിമയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ്. പ്രത്യേകിച്ച് നോമ്പുകാലമൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി പേര് കാണുന്നൊരു സിനിമയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രം. ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അത്രമേൽ സുന്ദരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെയാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. ആ സിനിമയിൽ എനിക്കേറെ ഹൃദ്യസ്ഥമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള രംഗം ഇങ്ങനെയുണ്ട്. അത് യേശുവിൻ്റെ കുരിശുമരണ സമയം. യേശുവിൻ്റെ കുരിശുമരണ സമയം. നിങ്ങളൊന്നും ആ സിനിമയിൽ ആ രംഗം ഒന്ന് മനസ്സിൽ ഓർക്കും, നല്ലതാ. യേശു കുരിശിൽ കടന്നു മരിക്കുന്ന സമയം പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു തുള്ളി കണ്ണുനീർ സാവധാനം ഇങ്ങനെ മോളിൽ നിന്ന് വന്ന് ആ മണ്ണിലേക്ക് ഇങ്ങനെ വീഴും. ആകാശത്ത് നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അതിങ്ങനെ സാവധാനം പെയ്ത് ആ മണ്ണിലേക്ക് ഇങ്ങനെ വന്ന് വീഴും.
ആ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയാണ് ആ ഒരു കണ്ണുനീർത്തുള്ളിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മകന്റെ മരണം കണ്ടിട്ട് അപ്പന്റെ കണ്ണുനീരാണ്. സ്വർഗത്തിലുള്ള പിതാവ് മകൻ അനുഭവിക്കുന്ന വേദന കണ്ടിട്ട് സ്വർഗത്തിലുള്ള പിതാവ് പെടയുന്ന ഹൃദയത്തോടുകൂടെ പൊഴിച്ച കണ്ണുനീരിൻ്റെ ഒരു തുള്ളിയാണ് ദേ ആ മണ്ണിലേക്ക് വീണത്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കി ജീവിക്കുന്ന മരിക്കുന്ന വ്യക്തികളുടെ മരണദിനത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇതുപോലെ ഒരു കണ്ണുനീർത്തുള്ളി ഇങ്ങനെ വീഴും. ഒരു കണ്ണുനീർത്തുള്ളി സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വീഴും. അങ്ങനെയാ വിശുദ്ധര് ജനിക്കുന്നത്. നമ്മളൊക്കെ വിശുദ്ധർ ജീവിച്ച സ്ഥലങ്ങളും സാഹചര്യങ്ങളും കാണാനായിട്ട് എന്തോ ഒരു ഓട്ട ഓടുന്നേ അല്ലേ? ഭരണങ്ങാനത്തും ഒല്ലൂരും എബ്രാവസ്യാമ്മയുടെയും മറേന്ദ്രിയസ്യാമ്മയുടെയും ചാവറാപിതാവിൻ്റെ ഒക്കെ നമ്മൾ ഓടുന്നുണ്ട്. ഭരണങ്ങാനത്ത് അവിടെ ചെന്നിട്ട് അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിൽ മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കും. ഭരണങ്ങാനത്ത് പോയിട്ടുള്ളവരെന്ന് കൈ പൊക്കിക്കേ. കുറേയധികം പേര് പോയിട്ടുണ്ട്, കുറച്ച് പേര് പോയിട്ടില്ല. ഇങ്ങോട്ട് നോക്കിക്കേ. അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിൽ ചെല്ലുന്ന മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പോരുന്നതിന് മുമ്പ് നീ ഒരു കാര്യം തിരിച്ചറിയണം. അൽഫോൻസാമ്മ എങ്ങനെ ജീവിച്ചുവെന്നുള്ളത് അവിടെ ഒരു കൊച്ചു വാക്കിൽ എഴുതിയിട്ടുണ്ട്. ദിവസവും അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? സഹനമേ, തരണമേ, മരണമേ, വരണമേ. ഒന്ന് പറഞ്ഞേ. സഹനമേ, തരണമേ, മരണമേ, വരണമേ. പറഞ്ഞേ. അത് പറയാൻ തന്നെ പേടിയല്ലേ? സഹനം തരാൻ. ഇപ്പൊ ഉള്ളതൊക്കെ പോരാച്ചോ. ഇപ്പൊ ഉള്ളതൊക്കെ സഹിച്ച് വയ്യാണ്ടായിരിക്കുന്നു. ഇതാ അൽഫോൻസാമ്മ വിശുദ്ധയായത് എങ്ങനെയാ? ദിവസവും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹനമേ, തരണമേ, മരണമേ, വരണമേ. അപ്പൊ അൽഫോൻസാമ്മയുടെ ശവകുടീരത്തിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പോന്നാ പോരാ, മറിച്ച് അവിടെ ചെല്ലുമ്പോൾ നീ മനസ്സുകൊണ്ടൊരു കാര്യം ഓർക്കണം. അൽഫോൻസാമ്മ ഈ ജീവിതത്തിൽ സഹനത്തെ ഹൃദയത്തോട് ചേർത്ത് ജീവിച്ചു. അതതിൻ്റെ ബലം. കത്തോലിക്ക സഭയിലെ ശക്തനായിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ഫുൾട്ടൻ ജെ ഷീൻ. ആരാണ് ഫുൾട്ടൻ ജെ ഷീൻ? ഒന്ന് പറഞ്ഞേ. അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫുൾട്ടൻ ജെ ഷീൻ. അദ്ദേഹം ഈ സഹനത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. അൾത്താരയിൽ ഇവിടെ കുരിശു രൂപമുണ്ട്. കണ്ടല്ലോ? കണ്ടോ? ഇവിടെ ഒരു കുരിശു രൂപമുണ്ട്. ഈ കുരിശു രൂപം നിങ്ങൾ നോക്കിക്കേ. ഈശോ കുരിശിൽ കിടക്കുന്നു. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെയാണ് പറയുന്നത്: ഈ കുരിശു രൂപത്തിന്റെ പുറകു വശത്ത് വല്ലതും ഉണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. ഇത് ശൂന്യമായ സ്ഥലമാണ്. കുരിശിന്റെ ഇപ്പുറത്ത് ഈശോയുണ്ട്, ഇപ്പുറത്ത് വശത്ത് ശൂന്യമായ സ്ഥലം. ഇതാർക്കുള്ളതാണെന്നറിയോ? എനിക്കും നിനക്കും തൂങ്ങാൻ ദൈവം തീരെഴുതി തന്നിരിക്കുന്ന സ്ഥലം. എനിക്കും നിനക്കും നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റുവാങ്ങി തൂങ്ങാൻ ദൈവം നിനക്ക് തീരെഴുതി തന്നിരിക്കുന്ന സ്ഥലമാണിത്. ഇങ്ങനെ നീ കുരിശിന്റെ ഇപ്പുറത്ത് കിടന്ന് സഹിക്കുമ്പോ, കുരിശിന്റെ ഇപ്പുറത്തിരുന്നുകൊണ്ട് ഈശോ പറയും: എൻ്റെ പൊന്നുമോനെ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ സഹന വഴികൾ എനിക്കറിയാം. അതുകൊണ്ടാണ് കുരിശിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് ക്രോസ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ പെയിൻ. മനുഷ്യ ജീവിതത്തിന്റെ സകല വേദനകളും ചേർത്ത് വെച്ചതാണ് കുരിശ്. ഈ കുരിശിൽ കിടക്കുന്നവന് നിന്റെ വിഷമങ്ങൾ അറിയാം. ഈ കുരിശിൽ കിടക്കുന്നവന് നീ ഇന്ന് അനുഭവിക്കുന്ന ഓരോ നൊമ്പരങ്ങൾ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, വല്ലാത്ത സങ്കടമാണ്. ഞാൻ ചോദിച്ചു, എന്താ സങ്കടത്തിന് കാരണം? അച്ഛാ, എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാകുന്നില്ല. അച്ഛാ, എൻ്റെ ഭർത്താവിനോട് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ
അദ്ദേഹത്തിന് ചിരിയ, അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അച്ഛാ, എന്നെ മനസ്സിലാവണില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്താ? ഇത് തന്നെയാ. ഈ ഭൂമിയിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാവണില്ല. അങ്ങനെ സങ്കടപ്പെടുന്ന ഓരോരുത്തരും കുരിശിലേക്ക് നോക്കിക്കോ. കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നിന്നെ നന്നായി അറിയാം. കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നിന്നെ നന്നായി അറിയാം. നീ ഇന്ന് അനുഭവിക്കുന്ന വിഷമവും ഭാരവും എല്ലാം ഈശോ അനുഭവിച്ചിട്ടുണ്ട്. നീ ഒറ്റപ്പെട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഈശോ ഒറ്റപ്പെട്ടവനാ? ഇല്ലേ? ഈശോ ഒറ്റപ്പെട്ടവനല്ലേ? നീ നിന്റെ ജീവിതത്തിൽ നിന്റെ വീട്ടുകാരും നാട്ടുകാരും ചിലപ്പോൾ ഒരുപക്ഷെ നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞപ്പോ നീ ഹൃദയം നൊന്ത് വേദനിച്ചില്ലേ? ഈശോ അതുപോലെ തന്നെ ഒറ്റപ്പെട്ടവനാ, ഇല്ലാ കഥകൾ കേട്ടവനാ. ഈശോയെ ഭ്രാന്തനെന്ന് പോലും വിളിച്ചില്ലേ? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി മലമുകളിലേക്ക് കൊണ്ടുപോയില്ലേ? ഒറ്റപ്പെട്ട അനുഭവം ആരും കൂടെ ഇല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളും, നിന്റെ ജീവിതത്തിൽ നിന്റെ സഹന വഴികളിൽ ആരും കൂടെ ഇല്ലെങ്കിലും ആരുണ്ട്? പറ, ആരുണ്ട്? ഈശോയുണ്ട്. ആരും നിന്റെ സഹന വഴികളിൽ കൂടെ ഇല്ലെങ്കിലും ഈശോയുണ്ട്. ഈശോ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോവില്ല. അതാണ് കുരിശയാത്രയിൽ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പാഠം. കുരിശയാത്രയിൽ നിന്റെ ജീവിതത്തിന്റെ അനുദിന സഹന വഴികളിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കുരിശോടുകൂടെ കുരിശു താങ്ങിയവൻ നിനക്ക് വേണ്ടി എപ്പോഴും കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞ്, കുരിശയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. കുരിശയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. കുരിശയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. യേശുവിന്റെ ഒപ്പമുണ്ട്. യേശുവിന്റെ ഒപ്പമുണ്ട്. യേശുവിന്റെ ഒപ്പമുണ്ട്. യേശുവിന്റെ ഒപ്പമുണ്ട്. കുരിശന്റെ രക്ഷയാണ്. കുരിശന്റെ രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കണം, ഹൃദയത്തിൽ ഏറ്റുപറയണം. പത്രോസിനെ കുറിച്ച് ധ്യാനിച്ചാൽ മതി, അപ്പൊ മനസ്സിലാകും ഈ കുരിശയാത്രയിൽ നീ ഒറ്റയ്ക്കല്ലെന്നും കുരിശ് കൊണ്ട് ഗുണമുണ്ടെന്നും. പത്രോസ് ഈശോയുടെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ട വ്യക്തിയാണ്. ഒരിക്കൽ ഈശോ പറഞ്ഞു, ദേ നമ്മൾ ജെറുസലേമിലേക്ക് പോകാൻ പോകുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു, ജെറുസലേമിൽ എന്നതാ? ജെറുസലേമിൽ സഹനവും മരണവും കാത്തിരിക്കുന്നു. ഉടനെ തന്നെ പത്രോസ് പറഞ്ഞ എന്താണെന്നറിയോ? എന്താ പറഞ്ഞേ? നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, സഹനവും മരണവും വേണ്ടാന്ന്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഈശോ കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നു, ഈശോ തിരിഞ്ഞവനെ ശാസിച്ചു. അതിന്റെ അർത്ഥം സഹനവും വേദനയും ഇല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും യേശുവിന്റെ ശിഷ്യനാവാൻ പറ്റില്ല. നമുക്കൊക്കെ ഇഷ്ടം എങ്ങനെയെങ്കിലും ഈ സഹനം ഒന്ന് മാറ്റിവെക്കാനാ. ഈ സഹനവും വേദനയും ഇല്ലാതെ ഒരിക്കലും യേശുവിന്റെ ശിഷ്യനാകാൻ പറ്റില്ല. പിന്നീട് പത്രോസ്ലീഹ ഈ സഹനത്തിന്റെ മാധുര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് തന്റെ ലേഖനത്തിൽ ഒരു സുന്ദരമായിട്ടുള്ളൊരു വചനം എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായം. പത്രോസിന്റെ 4-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനം. സുന്ദരമായ വചനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ആരായി പറഞ്ഞേ? പത്രോസ്. ഒരിക്കൽ ജെറുസലേമിലേക്ക് പോകണ്ട, സഹനം വേണ്ട എന്ന് പറഞ്ഞ പത്രോസ് ദാ ഇപ്പൊ പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്, അസ്വസ്ഥപ്പെടരുത്, ഭാരപ്പെടരുത്. ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇട്ടിട്ടോടിപ്പോകാനല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് വചനം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പീഡയിൽ നീ പങ്കാളിത്തം വഹിക്കുകയാണ്.
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിന്റെ സഹന വഴികളിൽ കുരിശോടുകൂടെ ഈശോ നിന്റെ കൂടെയുണ്ട്. നിന്റെ വേദനയിൽ നിന്നെ ഒറ്റപ്പെട്ടിട്ടിട്ട് പോകുന്നതല്ല ദൈവം, മറിച്ച് നിന്റെ കൂടെ ദൈവമുണ്ട്. വലതുകരം ഉയർത്തിപ്പറ, എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ കൂടെ പറ, എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ കൂടെ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളി ദിനത്തിൽ നമ്മുടെ ഭാരങ്ങൾ എങ്ങനെ പ്രായോഗികമായിട്ട് ചുമക്കാമെന്ന് പഠിപ്പിക്കുന്ന ദിനത്തിൽ ഇതാ മൂന്നാമത്തെ സന്ദേശം ഇപ്രകാരമാണ്: നിന്റെ ഈ കുരിശ് ഒരിക്കൽ പുഷ്പിക്കും. ശ്രദ്ധിച്ചു കേട്ടെ, നിന്റെ കുരിശ്, നിന്റെ ഭാരം ഒരിക്കൽ പുഷ്പിക്കും. നിന്റെ ഇന്നത്തെ ഈ സഹനം അതൊരു അനുഗ്രഹമായിട്ട് മാറും. ദുഃഖവെള്ളിയിൽ അവസാനിച്ചതല്ല ക്രിസ്തുവിന്റെ ജീവിതം, മറിച്ച് അത് മുമ്പോട്ട് നീങ്ങി എങ്ങോട്ട് ചെന്നു? ഈസ്റ്ററിലേക്ക് ചെല്ലും. ദുഃഖവെള്ളി അത് ഈസ്റ്ററിലേക്ക്, മഹത്വത്തിലേക്ക് ചെല്ലുന്നത് പോലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഓർത്തോ, നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന സഹനം അത് രക്ഷാകരമാകും, അത് അനുഗ്രഹമാകും. ദുഃഖവെള്ളി പുഷ്പിക്കും. നിന്റെ ഇന്നത്തെ കണ്ണുനീര് കൊണ്ട് നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകും, ഉറപ്പ്. ഒരുപക്ഷെ ചിലരൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനവും ഇല്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അതൊരു അനുഗ്രഹമാണ്. അത് നിന്റെ മേൽ, ഈ അനുഗ്രഹം നീ അനുഭവിക്കുന്ന തരത്തിൽ നിന്നെ ദൈവം നടത്തും. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. ഒരു നിയോഗം വെച്ച് നീ ചൊല്ലിയ ഒരു നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന പോലും ഓർക്കണം, ദൈവം മറന്നിട്ടില്ല. പ്രാർത്ഥിച്ച് 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 നീ മറന്നാലും നിന്റെ ദൈവം മറക്കില്ല. ദൈവം ഒരിക്കലും മറക്കില്ല. ദൈവം കൃത്യസമയത്ത് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഇന്നത്തെ നിന്റെ കണ്ണുനീര് അത് ഒരു അനുഗ്രഹമായിട്ട് മാറും. കുരിശ് ഒരിക്കൽ പുഷ്പിക്കും. അത് നിന്റെ കൺവെട്ടത്ത് തന്നെ നീ കാണത്തക്ക തരത്തിൽ ദൈവം ഇടപെടും. നിന്റെ സഹനങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ സഹനങ്ങൾക്ക് കൃത്യം വ്യക്തമായി ഒരു ഉത്തരമുണ്ടാവും. അത് സത്യമാണ്. കുരിശ് അത് അവസാനമല്ല, മറിച്ച് ഇത് മുമ്പോട്ട് നീങ്ങി ഈസ്റ്ററിന്റെ മഹത്വത്തിലേക്ക് നീങ്ങും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, നിന്റെ വീട്ടിൽ ഇന്നത്തെ ഭാരം നീ എടുത്തോ. ഈ ഭാരം, ഈ കുരിശ്, ഈ ഒരു പ്രശ്നം ഇത് അവസാനമല്ല, മറിച്ച് ഇത് മുന്നോട്ട് നീങ്ങി ഒരു മഹത്വത്തിന് കാരണമായി മാറും. മഹത്വത്തിന് കാരണമായി മാറും. മഹത്വത്തിന് കാരണമാവും. അത് ഈ രോഗപീഠകളൊക്കെ ചിന്തിച്ച് അങ്ങനെയല്ലേ നമ്മൾ സഹിക്കുന്ന ഓരോ രോഗങ്ങളും പീഡകളും എല്ലാം. ചിലർ ചിന്തിക്കുന്നു, അയ്യോ ഈ രോഗം വന്നതിന് ശേഷം എൻ്റെ ജീവിതം തീർന്നു. അങ്ങനെ ചിന്തിച്ചാൽ അവിടെ തീർന്നു. എന്നാൽ ദൈവം അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവമകനും ദൈവമകളും ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ആ രോഗങ്ങൾ അനുഗ്രഹം, അഭിഷേകമായിട്ട് മാറും. ഞാൻ ഓർക്കുന്നൊരു കൊച്ചു സംഭവം പറയാം. ഞാൻ ഈ പോട്ടാശ്രമത്തിൽ വരുന്നതിന് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ട്. അതിനു മുമ്പ് 7 വർഷക്കാലം ഡൽഹിയിൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിലായിരുന്നു. ഞാൻ അവിടെ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത് എൻ്റെ മുമ്പിൽ സുന്ദരമായൊരു ചിത്രമാണ്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പറഞ്ഞ, അച്ഛാ, ക്രിസ്ത്യാനിയായ ഒരു ചേച്ചി ക്യാൻസർ പിടിച്ച് കിടക്കുന്നു, ആശുപത്രിക്കാർ കൈയൊഴിഞ്ഞു, ഇപ്പൊ വീട്ടിലുണ്ട്, നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചാലോ? ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം. അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായി ഈ സ്ത്രീ മരിക്കാറായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. മരിക്കാറായി ഈ സ്ത്രീയോട് എന്താ ഇപ്പൊ പറയണ്ടേ? വല്ലാത്ത വിഷമം. അപ്പൊ ഞാനും 1-2 പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൊക്കെ കൂടെ ഞങ്ങൾ ഈ സഹോദരിയുടെ വീട് അന്വേഷിച്ച് ചെന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്ന, 2-ാം നില. ആദ്യത്തെ മുറിയിലോട്ട് ചെന്നപ്പോൾ വീട്ടുകാര്, ഈ സഹോദരിയുടെ മക്കളൊക്കെ പറഞ്ഞു, അച്ഛാ വന്നതിന് ഒത്തിരി നന്ദി, അമ്മ കാത്തിരിക്കുമായിരുന്നു, അമ്മ അകത്ത മുറിയിലുണ്ട്, ഒന്നങ്ങോട്ട് ചെല്ല്. അപ്പൊ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. എന്നതാ പറയണ്ടേ? മരിക്കാറായ ഒരാളോട്, ഇത്രയും വേദനിക്കുന്ന ഒരാളോട് എന്നാ ഉപദേശ പറയണ്ടേ?
ഭാരപ്പെട്ട മനസ്സോടുകൂടി വാതിൽ തുറന്നു. അകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ മുറിയിൽ നല്ല പ്രകാശം. മുറിയിൽ നല്ല പ്രകാശം. കട്ടിലേൽ ചാരി ഒരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല പ്രകാശം. കയ്യിലൊരു ജപമാലയുണ്ട്. കണ്ട ഉടനെ പറഞ്ഞു, അച്ഛ ഇങ്ങു വാച്ച. പ്രിയപ്പെട്ടവരെ, പിന്നെ അവിടെ നടന്ന എന്തെന്നറിയോ? വിഷാദിച്ച് ഭാരപ്പെട്ട് മുറിക്കകത്തോട്ട് കയറിയ ഞാൻ ആ സ്ത്രീയുടെ മുമ്പിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് ആ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ സ്ത്രീയുടെ കൈ എൻ്റെ തലയിൽ വെച്ച് ഞാനൊരു പ്രാർത്ഥനയും അനുഗ്രഹവും മേടിച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു. അങ്ങോട്ട് പോയതെന്തിനാ? ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ ഞാനാ. എന്നാൽ ആ സ്ത്രീയുടെ പ്രാർത്ഥന അഭിഷേകവും ആ മുറിയിലെ പ്രകാശവും സുഗന്ധാഭിഷേകവും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ സ്ത്രീയുടെ പക്കൽ ആരെല്ലാം ഭാരപ്പെട്ട് വരുന്നുണ്ടോ അവരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഈ സ്ത്രീയുടെ പക്കൽ ആരെല്ലാം വരുന്നുണ്ടോ അവർക്കെല്ലാം വലിയ സൗഖ്യവും ആനന്ദവും. കാരണം എന്തെന്നറിയോ? ഈ സ്ത്രീ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ വേദന ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായി ഈ സ്ത്രീ ഉയർത്തിയിരിക്കുകയാണ്. ഈ സ്ത്രീ എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു വാക്കുകൊണ്ട് പോലും പരാതിയില്ല, കുറ്റം പറച്ചിലില്ല. കർത്താവേ മഹത്വം, എൻ്റെ ഈ ശരീരം നിന്റേതാണ്, കർത്താവേ മഹത്വം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സ്ത്രീയുടെ പക്കൽ ആരെല്ലാം വരുന്നുവോ അവർക്കെല്ലാവർക്കും സൗഖ്യവും ആനന്ദവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരിശ് ഒരിക്കൽ പുഷ്പിക്കുമെന്ന് പറയുന്ന ഇതാണ്. നിന്റെ വേദന, നിന്റെ കഷ്ടപ്പാട്, നിന്റെ കണ്ണുനീര്, അതിന് അനുഗ്രഹമുണ്ട്. അത് വെറുതെയല്ല. കുരിശിന്റെ വഴി ഇന്നേ ദിവസമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, അതൊരിക്കലും വെറുതെയാവില്ല. ഈശോയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കപ്പെടും. ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ഒരു പഴയ സർക്കസുകാരനെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താം. ഒരു സർക്കസുകാരൻ, അദ്ദേഹത്തിന്റെ പേര് പിയാത്രേ സറൂബി എന്നാണ്. ഒന്ന് പറഞ്ഞേ, പിയാത്രേ സറൂബി ഒന്ന് പറഞ്ഞേ. ഇറ്റലിയിലെ മിലാനിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. ഇറ്റലിയിലെ മിലാനിലുള്ള ഒരു വ്യക്തിയുടെ പേരാണ് ഏത്? പിയാത്രേ സറൂബി. പറഞ്ഞേ, പിയാത്രേ സറൂബി. ഇദ്ദേഹം ഒരു കലാകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയോ? ഒരു സിനിമയിൽ അഭിനയിക്കണം. ചെറിയ ചെറിയ സീരിയൽ നടനാണ്, പക്ഷെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു കലാകാരൻ. പേര് പിയാത്രേ സറൂബി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പലരോടും പറയും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരും. റോമിലേക്ക് വരിക, ഒരു സിനിമയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ പിയാത്രേ സറൂബിക്ക് സന്തോഷമായി. പിയാത്രേ സറൂബി റോമിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നപ്പോൾ മെൽ ഗിബ്സൺ എന്ന് പറയുന്ന വിശ്വവിഖ്യാതിതനായിട്ടുള്ള സംവിധായകനാണ് വിളിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. കാരണം മെൽ ഗിബ്സന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ചെറിയ പശ്ചാത്തലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. മെൽ ഗിബ്സൺ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പിയാത്രേ സറൂബി തന്നെ ഞങ്ങളുടെ സിനിമയിൽ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ സിനിമ അരമായ ഭാഷയിലാണ് ആ സിനിമ ഞങ്ങൾ സംവിധാനം ചെയ്യുന്ന. അരമായ ഭാഷ, യേശു സംസാരിച്ചിരുന്ന ഭാഷ. പിയാത്രേ സറൂബിക്ക് അരമായ ഭാഷ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പോയി ഈ അരമായ ഭാഷ പഠിച്ചിട്ട് വരിക. പിയാത്രേ സറൂബി ഭയങ്കര സന്തോഷം. പിയാത്രേ സറൂബി മെൽ ഗിബ്സനോട് ചോദിച്ചു, ഈ അരമായ ഭാഷ പഠിച്ചിട്ട് എന്ത് സിനിമ? ആരുടെ സിനിമ? ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സിനിമയാണ്. പിയാത്രേ സറൂബി തിരിച്ച് വീട്ടിൽ വന്നിട്ട് സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. കാരണം മെൽ ഗിബ്സന്റെ സിനിമ. മക്കളോട് പറഞ്ഞു, മക്കളെ യേശുവിനെ കുറിച്ചുള്ള സിനിമയാ. അപ്പൊ മക്കളൊക്കെ വട്ടം കൂടിയിരുന്നിട്ട് പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അപ്പന്
ഈ മെൽ ഗിബ്സന്റെ ഈശോയെ കുറിച്ചുള്ള സിനിമയിൽ ഏത് വേഷമായിരിക്കും? അപ്പൊ മക്കള് പലരും പറഞ്ഞു, ഈശോയായിട്ട് ഏതായാലും അപ്പനെ തിരഞ്ഞെടുക്കാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഈശോയുടെ സിനിമ എടുത്താൽ അതിൻ്റെ അകത്ത് പത്രോസ് ഒരു നല്ല വേഷമാണ്. അങ്ങനെ ഏതെങ്കിലും ശിഷ്യന്മാരുടെ വേഷമൊക്കെ ആയിരിക്കും. ഏതായാലും അപ്പൻ കോളടിച്ചു. അപ്പനൊരു കാര്യം ചെയ്യും, അപ്പൻ അരമായ ഭാഷ നന്നായിട്ട് പഠിക്കും. ഈ പിയാത്രോ സറൂബിക്ക് ക്രിസ്ത്യാനിയല്ല, ഇദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഇയാൾ സാവധാനം ഒരു ബൈബിളിൽ ഈശോയെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ചു. അതിനേക്കാൾ കൂടുതൽ അരമായ ഭാഷ പഠിച്ചു. 3 വർഷം കൊണ്ടാണ് അരമായ ഭാഷ പഠിച്ചത്. 3 വർഷം. അങ്ങനെ അരമായ ഭാഷ പഠിച്ചിട്ട് നേരെ റോമിലോട്ട് ചെന്നു. മെൽ ഗിബ്സൺ ഇദ്ദേഹത്തോട് പറഞ്ഞു, കൊള്ളാം, താൻ നന്നായി അരമായ ഭാഷ പഠിച്ചിരിക്കുന്നു, തന്നെ സിനിമയിൽ എടുത്തു കഴിഞ്ഞു. പിയാത്രോ സറൂബിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. പിയാത്രോ സറൂബി ചോദിച്ചു, ഈ സിനിമയിൽ എൻ്റെ വേഷം ഏതാ എൻ്റെ റോൾ, ക്യാരക്ടർ ഏതാ? അപ്പോളാണ് ഞെട്ടിക്കുന്നൊരു കാര്യം പിയാത്രോ സറൂബിയോട് മെൽ ഗിബ്സൺ പറഞ്ഞത്. പിയാത്രോ സറൂബി, ഈ സിനിമയിൽ താങ്കൾക്ക് സംഭാഷണം ഇല്ല. സംഭാഷണമില്ലാത്ത ഒരു കഥാപാത്രം. ഉടനെ തന്നെ പിയാത്രോ സറൂബി ചൂടായി. 3 വർഷം കഷ്ടപ്പെട്ട് അരമായ ഭാഷ പഠിച്ചത് പിന്നെ എന്തിനാ? ഈ സിനിമയിൽ ഒരു സംഭാഷണം പോലും, ഒരു ഡയലോഗ് പോലും ഇല്ലേ, പിന്നെ എന്തിനാ ഈ വേഷം? ഇയാൾ ചൂടായി. ഉടനെ തന്നെ മെൽ ഗിബ്സൺ പറഞ്ഞു, അധികം ചൂടാവണ്ട, 3 വർഷമല്ലേ താങ്കൾ ഈ സിനിമയുടെ അരമായ ഭാഷ പഠിക്കാൻ മാറ്റിയിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ 13 വർഷമായി ഊണിലും ഉറക്കത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ 3 വർഷത്തെ ചരിത്രം ഒന്നും പറയണ്ട. താല്പര്യമുണ്ടോ? ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പ്രാധാന്യമല്ലേ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഈ സംഭാഷണം ഇല്ലാത്ത ഏത് കഥാപാത്രം? അപ്പോൾ പിയാത്രോ സറൂബിയോട് മെൽ ഗിബ്സൺ പറഞ്ഞു, ഈ സിനിമയിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അദ്ദേഹം നാവുകൊണ്ട് സംസാരിക്കുന്നില്ല, പക്ഷേ കണ്ണുകൾ കൊണ്ട് സംസാരിക്കണം. പിയാത്രോ സറൂബി ചോദിച്ചു, അതാര്? പിയാത്രോ സറൂബിയോട് മെൽ ഗിബ്സൺ പറഞ്ഞു, അത് ബറാബാസ് എന്ന കഥാപാത്രമാണ്. ബറാബാസ്. ആ സിനിമ കണ്ടിട്ടുള്ളവര് ഒന്ന് ഓർക്കണം, ബറാബാസ് എന്നുള്ള കഥാപാത്രം ഒരു വാക്കുകൊണ്ട് പോലും സംസാരിക്കുന്നില്ല, മറിച്ച് കണ്ണുകൾ കൊണ്ടാണ് ആ കഥാപാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മെൽ ഗിബ്സൺ പിയാത്രോ സറൂബിയോട് പറഞ്ഞു, ഈ കഥാപാത്രമാകാൻ വേണ്ടി ഒത്തിരി ഒരുക്കം വേണം. പിയാത്രോ സറൂബിയോട് പറഞ്ഞു, ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷനിലും തനിക്ക് വരാൻ അനുവാദമില്ല. അദ്ദേഹം ചോദിച്ചു, ഇതെന്ത് കഥ? ഇതിങ്ങനെയാണ്, ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷനിലും താങ്കൾ വരാൻ പാടില്ല. താങ്കളെ അടച്ചിട്ട ഒരു മുറിയിലാക്കാൻ പോവാണ്. താങ്കളെ ഒരു ദിവസം പുറത്തേക്ക് എത്തിക്കും. അന്നാണ് ഷൂട്ടിംഗ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ, ഇതാ പീലാത്തോസിന്റെ അരമന. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്ന സമയം വലതുവശത്ത് കുനിഞ്ഞ ശിരസോടുകൂടെ യേശു നിൽക്കുന്നു. മുമ്പിൽ വലിയ ഒരു ജനക്കൂട്ടം. പീലാത്തോസ് കൈ കഴുകുന്നതിന്റെ സമയത്ത് പീലാത്തോസ് ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്കാരെയാണ് വേണ്ടത്? ഉടനെ ജനം വിളിച്ചു പറയും, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, യേശുവിനെ കുരിശിൽ തറയ്ക്കുക. ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം മനസ്സിലോർത്തെടുത്തോ. ഇങ്ങനെ ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ ഇതാ മരണശിക്ഷയ്ക്ക് പീലാത്തോസ് വിധിക്കും. ഈ സമയം ഇടതുവശത്ത് നിന്ന് ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെ ഒരു മനുഷ്യൻ സാവധാനം നടന്നു വരുന്നത് സിനിമയിലുണ്ട്. ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെ
ഒറ്റക്കണ്ണനായിട്ടുള്ളൊരു കഥാപാത്രം. സാവധാനം ഈ കഥാപാത്രം ബറാബാസ് എന്ന ഭീകര കഥാപാത്രം രംഗത്ത് വരുന്നു. പിയാത്രോ സറൂബി എന്ന് പറയുന്ന കലാകാരന്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ ലൊക്കേഷനിലെ ആദ്യത്തെ ഷൂട്ടിങ്, ഒറ്റ ടേക്ക് ആ സിനിമയിൽ ആ സന്ദർഭത്തിൽ എടുത്തിട്ടുള്ള ഒരൊറ്റ പ്രാവശ്യം. ബറാബാസ് ഇടതുവശത്ത് നിന്ന് നടന്നു വരുന്നു, ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു, യേശുവിനെ ക്രൂശിക്കുക. വലതുവശത്ത് കുനിഞ്ഞ ശിരസോടുകൂടെ യേശു നിൽക്കുന്ന ചിത്രം. ബറാബാസ് ഇങ്ങനെ വന്യമായ ഭാഷയിൽ മുരളിക്കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഒറ്റക്കണ്ണനായ ആ മൃഗതുല്യനായ മനുഷ്യൻ ചെയ്യുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബറാബാസ് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, എതിർവശത്ത് നിൽക്കുന്ന, തനിക്ക് വേണ്ടി കഴുമരത്തിലേറാപ്പെടാൻ പോകുന്നവനെ ഈ ഒരു കണ്ണുയർത്തി ഒരു നോട്ടമുണ്ട്. തനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നവനെ ഒരു കണ്ണുയർത്തിയൊരു നോട്ടം. ആ സമയം കുനിഞ്ഞ ശിരസോടുകൂടെ നിൽക്കുന്ന ഈശോയും ഇങ്ങനെ സാവധാനം ഒന്ന് നോക്കും. ഈശോയുടെ കണ്ണുകൾ ഈ ബറാബാസിന്റെ കണ്ണുകളിൽ ചെന്നുടക്കും. ബറാബാസ് ഈശോയെ നോക്കിയിട്ട് ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഇറങ്ങും. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. സിനിമയിലെ രംഗം ഓർത്തോണം. ഈ ബറാബാസ് പിയാത്ര സറൂബി എന്ന വന്യമരമായ മൃഗത്തോടുകൂടെയുള്ള ഒരു കഥാപാത്രം യേശുവിനെ ഇങ്ങനെ പുറകോട്ട് നോക്കി 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 ജനക്കൂട്ടത്തിനിടയിലൂടെ പോയി. ഇത് സിനിമ. ഇനി നിങ്ങൾ അറിയണം, ഈ കഥാപാത്രം ജനങ്ങളുടെ ഇടയിലോട്ട് പോയി 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 കഥാപാത്രത്തിന്റെ വേഷപ്പകർച്ചകൾ അവിടെ അവസാനിച്ചു. പക്ഷേ പിയാത്ര സറൂബി എന്ന് പറയുന്ന മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വരണില്ല. പിയാത്ര സറൂബിയുടെ കണ്ണുകളിലേക്ക് ജിം കാവിൽസൺ എന്ന് പറയുന്ന യേശുവായിട്ട് അഭിനയിച്ചവന്റെ കണ്ണുകളിലെ നോട്ടം അവൻ ഇങ്ങനെ കൊളുത്തിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീട് പിയാത്ര സറൂബിയുടെ ചരിത്രം പഠിക്കണം. പിയാത്ര സറൂബി പിന്നീട് പോയിട്ട് വിശുദ്ധ ഗ്രന്ഥം വാങ്ങി യേശുവിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് മാമോദീസ സ്വീകരിച്ച് പിയാത്ര സറൂബി ഒരു സുവിശേഷ ശുശ്രൂഷകനായി ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തി. എന്ന് പറഞ്ഞാൽ അർത്ഥം, യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം മൃഗതുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാവും. അടിമുടി മാറ്റമുണ്ടാവും. ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനം കുരിശിൽ കിടക്കുന്ന, വേദനിക്കുന്ന, രക്തമൊഴുകുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെതാണ്. അതനുഗ്രഹത്തിൻ്റെതാണ്. ദുഃഖവെള്ളി ദിനം നമ്മളെ ട്രെയിനിങ് നൽകുകയാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാരപ്പെടില്ലേ? ഇതെന്തുകൊണ്ടാ ദൈവമേ, എന്തുകൊണ്ട് ദൈവമേ എന്ന് 100 തവണ ചോദിക്കുന്ന സ്വഭാവം, ഈ സ്വഭാവം ഇന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ ഈശോ കുരിശിൽ കിടക്കുന്ന ഈശോ നിന്നെ പഠിപ്പിക്കും. ഈശോ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കിക്കേ. നാളുകൾക്ക് മുമ്പ് ഒരു വൈദികൻ, ആ വൈദികൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തില്, ആ കുടുംബത്തിലെ മകന്റെ കല്യാണം നടത്തി കൊടുത്തു. കല്യാണം കഴിഞ്ഞ് അധിക ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, ആ മകൻ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. കല്യാണ പന്തല് പോലും അവരുടെ വീട്ടിന്റെ മുൻവശത്ത് നിന്ന് അഴിച്ചിട്ടില്ല. ആ കല്യാണ പന്തലിൽ ആ മകന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി കല്യാണം കെട്ടിച്ച, വിവാഹം ശുശ്രൂഷ നടത്തിക്കൊടുത്ത ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട വൈദികൻ അങ്ങോട്ട് കടന്നു ചെന്നു. ആ വൈദികൻ കടന്നു ചെന്ന് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോ ആ ശവപ്പെട്ടിയുടെ അടുത്ത് നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ അമ്മ വാവിട്ട് നിലവിളിച്ചിട്ട് ചോദിച്ച ചോദ്യം അച്ഛനോട്, അച്ഛോ ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? അച്ഛോ ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? എൻ്റെ ഈ മകൻ എന്തേ എടുത്തേ? എൻ്റെ ഈ മകൻ എന്തേ എടുത്തേ? ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലാണ് ആ ചോദ്യം കൊണ്ടത്. ഈ വൈദികൻ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലെത്തി. അച്ഛൻ താമസിക്കുന്ന മുറിയിൽ ചെന്നിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈ അച്ഛന്റെ തലയ്ക്കകത്ത് ചില ചിന്തകൾ കർത്താവ് പറഞ്ഞു കൊടുത്തു. അതൊരു ഗാനരൂപത്തിൽ രേഖപ്പെടുത്തി. ആ ഗാനരൂപം നമ്മളിപ്പോൾ ഒന്ന് ധ്യാനിക്കാൻ പോവാ. പ്രിയപ്പെട്ടവരെ, സ്വർഗം
വിലയ്ക്ക് വാങ്ങുന്ന സ്വർണ്ണ നാണയമാണ് സഹനം. ഇത് നിന്നെ പഠിപ്പിക്കുന്ന സമയമാണ്. എല്ലാവരും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ ഇതെന്തുകൊണ്ടിങ്ങനെ? ഇപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനം പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, ജീവിതത്തിന്റെ ഭാരങ്ങൾ ഈശോയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുക, ദൈവമേ ഇതെന്തുകൊണ്ടിങ്ങനെ? ദൈവമേ, സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരുന്നു, ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? നമുക്കെല്ലാവർക്കും ധ്യാനിക്കാം. ഈ പ്രാർത്ഥനാ ഗീതത്തിന്റെ വരികൾ ഒരു ധ്യാന വിഷയമാക്കണം. ഈശോ നിന്നിൽ ഇടപെടുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരുന്നു, ഒരു ചോദ്യമുയരും നിതാ, ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? ദൈവത്തിന് കണ്ണില്ലെന്നോ? സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരും നിതാ, ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? ഈശോയോട് ചോദിക്കണം, ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ സഹനങ്ങൾ മുഴുവൻ ഞാൻ അൾത്താരിൽ സമർപ്പിക്കുന്നു. പലപ്പോഴും ഈശോയെ ഞാൻ അസ്വസ്ഥപ്പെടുന്നു. എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ഈ സഹനം നീ കാണുന്നില്ല? ഓ ദൈവമേ, ഇതെന്തുകൊണ്ടാ ഇങ്ങനെ? 100,000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയുന്നു. ഒരുപാടു സഹനങ്ങൾ സഹജരിൽ കണ്ടു ഞാൻ, ഒരു വേള ചോദിച്ചു വീണ്ടും. ഒരുപാട് സഹനങ്ങൾ, ഒരുപാടു സഹനങ്ങൾ സഹജരിൽ കണ്ടു ഞാൻ, ഒരു വേള ചോദിച്ചു വീണ്ടും. ദൈവത്തിന് കണ്ണില്ലേ? ദൈവത്തിനു കണ്ണില്ലെന്നോ മർത്യന്റെ സഹനങ്ങൾ കാണുന്നില്ലേ? ദൈവത്തിന് കണ്ണില്ലെന്നോ? ദൈവത്തിനു കണ്ണില്ലെന്നോ മർത്യന്റെ സഹനങ്ങൾ കാണുന്നില്ലേ? സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യം ഉയരുന്നു, ഒരു ചോദ്യമുയരും നിതാ, ദൈവത്തിന് കണ്ണില്ലേ? ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവം നിന്നെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ്. പലപ്പോഴും നമ്മൾ കണ്ണുനീരോടെ ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓരോ സഹനവും നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹനത്തിനർത്ഥം തിരഞ്ഞു ഞാനൊടുവില കാൽവരി മലയിലേക്ക്. സഹനങ്ങൾക്കർത്ഥം തിരഞ്ഞ് കാൽവരി മലയിൽ. സഹനത്തിനർത്ഥം തിരഞ്ഞു ഞാനൊടുവില കാൽവരി മലയിലേക്കെത്തി. കുരിശിൽ പിടയും ദൈവത്തെ കണ്ടു ഞാൻ സഹനത്തിനർത്ഥം
ഇന്നർത്ഥം ഗ്രഹിച്ചു. കുരിശിൽ പടയുന്ന ഈശോയെ കണ്ടു. കുരിശിൽ പിടയും ദൈവത്തെ കണ്ടു ഞാൻ, സഹന ഇന്നർത്ഥം ഗ്രഹിച്ചു. സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യം ഉയരുന്നു, ഒരു ചോദ്യമുയരും നിതാ. ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? ദൈവത്തിനു കണ്ണില്ലെന്നു എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഇതാ നിന്റെ മുമ്പിൽ കുരിശ് ഉയർന്നു നിൽക്കട്ടെ. ആ കുരിശിൽ കിടക്കുന്ന ഈശോ നിന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. നിന്റെ ഈ സഹനം ഒരിക്കലും നിന്റെ നാശത്തിനുള്ളതല്ല, ദൈവം നിനക്ക് സമ്മാനമായി നൽകുകയാണ്. ഒരു വലിയ അനുഗ്രഹം നിനക്ക് വേണ്ടി കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. സ്വർണ്ണനാണയമല്ലേ സഹനം. സ്വർഗം വിലയ്ക്ക് വാങ്ങും. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയം. സ്വർണ്ണനാണയമല്ലേ സഹനം. സഹനത്തിലൂടെ മർത്യൻ ദൈവസവിധത്തിലെ പീടുമേ. സഹനത്തിലൂടെ മനുഷ്യൻ ദൈവസവിധത്തിൽ. സഹനത്തിലൂടെ മർത്യൻ ദൈവസവിധത്തിൽ. ദൈവസവിധത്തിലെ പീടുമേ. ദൈവസവിധത്തിലെത്തും. ദൈവസവിധത്തിലെ പീടുമേ. ദൈവസവിധത്തിലെത്തും. ദൈവസവിധത്തിലെ പീടുമേ. അതുറപ്പാണ്. ദൈവസവിധത്തിലെ പീടുമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, സ്വർഗം വിലയ്ക്ക് വാങ്ങുന്ന സ്വർണ്ണ നാണയമാണ് സഹനം. നിനക്ക് സ്വർഗം ദൈവം നിനക്ക് വെച്ച് നീട്ടുമ്പോൾ ചില സഹന വഴികൾ ഉണ്ടാവും. നീ അനുഭവിക്കുന്ന ചില ഭാരങ്ങളും കുരിശുകളും ഉണ്ടാവും. അതൊരിക്കലും നിന്റെ നാശത്തിനുള്ളതല്ല, മറിച്ചത് അനുഗ്രഹത്തിനുള്ളതാണ്. ഈ സമയം കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട്, ഓ എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ ജീവിതം തീർന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ദുഃഖവെള്ളി നിന്നോട് പറയിപ്പിക്കുന്നു, ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ വീഴിന് പോകാനുള്ളതല്ല. ഈ കുരിശ് നീ ഒറ്റയ്ക്ക് ചുമക്കാനുള്ളതല്ല. ഈ കുരിശൊരിക്കൽ പുഷ്പിക്കും. ഈ കുരിശയാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. നിനക്ക് താങ്ങാവുന്ന ഭാരം മാത്രമേ ദൈവം തരികയുള്ളൂ. നീ അത് വിശ്വസിക്കണം. നീ അത് വിശ്വസിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിന് തൊട്ട് താഴെ നിന്ന പരിശുദ്ധ മറിയത്തിന്റെ മുഖം കാണണം. മറിയം ഹൃദയത്തിൽ മകനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മകനെ ഞാനും നിന്റെ കൂടെ മരിച്ചോട്ടെ. മകന്റെ വേദന കണ്ട്, കുരിശുമരണം കണ്ട് അമ്മ പിടഞ്ഞു മരിച്ചു. പിടഞ്ഞ് ആ കുരിശിന് താഴെ നിന്നുകൊണ്ട് മകനോട് ചോദിക്കുകയാണ്, മകനെ മേ ഐ ഡൈ വിത്ത് യു, ഞാനും നിന്റെ കൂടെ മരിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മ എടുത്തൊരു നിലപാടുണ്ട്. പിന്നീട് ജീവിത വഴികളിൽ കുരിശിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ, താണുപോയ ശിഷ്യന്മാരെ കരം പിടിച്ചുയർത്താൻ, ചേർത്ത് നിർത്താൻ എടുത്ത ഒരു നിലപാട്. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ നമുക്കും ഒരു തീരുമാനമെടുക്കാം. കുരിശുമരണം കണ്ട വ്യക്തിയാണ് നീ. യേശുവിൻ്റെ കുരിശുമരണം കണ്ട അമ്മയെടുത്ത നിലപാട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ,
വീണുപോയവരെ ചേർത്ത് പിടിക്കാൻ ബലം കൊടുക്കാൻ ഒരു തീരുമാനം. ഈശോയെ, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ മുമ്പിൽ തകർന്നു പോയവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ജീവിതത്തിന്റെ ഭാരത്താൽ വലയുന്നവരുണ്ടെങ്കിൽ, ജീവിതം നശിച്ചുപോയെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവർക്ക് ബലം കൊടുക്കാൻ, സഹനത്തിന് അർത്ഥമുണ്ടെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കാൻ കർത്താവേ ശക്തിയും ബലവും നൽകണമേ, ശക്തിയും ബലവും നൽകണമേ, ശക്തിയും ബലവും നൽകണമേ. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ സഹനങ്ങൾ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. കുരിശിൽ കിടക്കുന്ന ഈശോ നിനക്ക് വേണ്ടി ഈ നിമിഷം സ്നേഹമൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് വേണ്ടി സ്നേഹമൊഴുക്കുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ വലിച്ചെറിയപ്പെട്ടവനെ പോലെ കിടക്കുന്ന യേശു, നീ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ട മകനെ. കുരിശിലെ യേശു നിന്റെ കൂടെയുണ്ട്, കുരിശിലെ യേശു നിന്റെ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയം നീ അത് വിശ്വസിക്കുക. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. നീ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ആവർത്തിച്ച് പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ യേശുവുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ യേശുവുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയം നമുക്ക് എല്ലാവർക്കും പ്രഖ്യാപിക്കാം, എല്ലാവർക്കും പ്രഖ്യാപിക്കാം, ഞാൻ ഒറ്റയ്ക്കല്ല, യേശുവിൻ്റെ കൂടെയുണ്ട്. ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഈ ജീവിതയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. യേശുവേ നന്ദി, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, 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 യേശുവേ.